മോർണിംഗിലെ അതുപോലെ തന്നെ ഈവനിങ്ങിലെയും കൂടെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വ്ളോഗാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം ഏകദേശം 7 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുട്ടിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് വീഡിയോ എടുക്കണമെന്നൊന്നും കരുതിയായിരുന്നില്ല. കുക്കിംഗ് ഏകദേശം അതായത് ഉപ്പുമാവ് ഉണ്ടാക്കൽ ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തിയിരുന്നു. അപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് തോന്നിയിട്ട് അങ്ങനെ എടുത്തത് കേട്ടോ. പിന്നെ നെയ്യ് ഒഴിക്കണ ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. മോർണിംഗിൽ എത്രത്തേനോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലീനിങ്, അതായത് കർക്കിടക മാസമൊക്കെ ആവാനായല്ലോ. അപ്പോൾ ക്ലീനിങ്ങും അതുപോലെ വാഷ് ചെയ്തത് ഉണങ്ങാനിടാനും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് കുറേ ടൈം പോയിട്ടോ. പിന്നെ അങ്ങനെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇടവിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് വെയിൽ വരും, അത് പോവും, പിന്നെയും മഴ പെയ്യും, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 തവണയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് ഇട്ടു കേട്ടോ. പിന്നെ അത് എടുത്തുകൊണ്ട് പോന്നു. കാരണം പുറത്തേക്ക് ഇട്ടിട്ട് കാര്യമില്ല, നമ്മളെ ചെല്ലുമ്പോഴത്തേക്കിന് ഇട്ടിട്ട് തിരിച്ച് പോരുമ്പോഴത്തേക്കിന് വീണ്ടും മഴ പെയ്യും. പിന്നെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് വത്തലും അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. ക്യാബേജ് ഉപ്പേരി മോർണിംഗിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അവളെന്താ ചെയ്യണമെന്ന് നോക്കൂട്ടോ. അപ്പോൾ കളറിങ്ങിന് ഇരുത്തിയതായിരുന്നു. ഫസ്റ്റൊന്നും വലിയ കുഴപ്പമില്ലാതെ കളർ കൊടുത്ത് പോന്നു കേട്ടോ. ഓണിയനാണ് കളർ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഫ്രൈ ചെയ്യണതും നോക്കൂട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള സാമ്പ്രാണി അതുപോലെ തന്നെ ചന്ദനത്തിരിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സാമ്പ്രാണി സ്മെല്ലൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല കിട്ടിയത്. ഞാൻ കോൺ ടൈപ്പിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഫോട്ടോ കാണുമ്പോൾ മീഷോയിൽ. അങ്ങനെ ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ കിട്ടിയപ്പോൾ അത് ആ ഒരു ഷേപ്പൊന്നും അറിഞ്ഞില്ല. അങ്ങനെ സ്മെല്ലൊന്നും കുഴപ്പമില്ല, എനിക്ക് കത്തിച്ചാലേ കറക്റ്റ് അറിയുള്ളൂ. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കിന് ഇവൾ ഓണിയൻ്റെ കളറൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ബ്ലൂ കളറാട്ടോ കൊടുത്ത് വെച്ചിരിക്കണേ. ഞാൻ കളറൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു, പക്ഷേ ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും അവളത് ചേഞ്ച് ആക്കി. പിന്നെ ചായ കുടിച്ചത് 6 മണിയായിട്ടോ. അത്യാവശ്യം ലേറ്റായിട്ടാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കലും അതേപോലെ തന്നെ ലാസ്റ്റ് എത്തിയപ്പോഴാണ് അതിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.